ഇനി മുള്ളരിങ്ങാട്ടേക്ക്. ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അമർ ഇല്ലാഖിയുടെ മൃതദേഹം അല്പം മുമ്പ് സംസ്കരിച്ചു. മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം. കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് വണ്ണപ്പുറം പഞ്ചായത്തിൽ LDF, UDF, NDA ഹർത്താൽ ഇപ്പോൾ നടക്കുകയാണ്. ചുള്ളിക്കണ്ടം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ കൂട്ടായ്മയുടെ മാർച്ചാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഡീൻ കുര്യാക്കോസ് MP, ആന്റണി ജോൺ MLA എന്നിവരും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുള്ളരിങ്ങാട് നിന്ന് നമ്മുടെ പ്രതിനിധി രാഹുൽ വിജയൻ ചേർന്നു. രാഹുൽ വിജയൻ, ശക്തമായ പ്രതിഷേധമാണോ അവിടെ നടക്കുന്നത്? പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ജനകീയ പ്രതിഷേധത്തിൽ പങ്കാളികളായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചുള്ളിക്കണ്ടം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിന്റെ മുൻപിലേക്കാണ് MLAയും MLAയും അടക്കമുള്ള ജനപ്രതിനിധികളോട് കൂടിക്കൊണ്ട് ജനകീയ കൂട്ടായ്മയുടെ പ്രതിഷേധം എത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ആവശ്യം ഈ വന്യജീവി ആക്രമണം തടയുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 4 വർഷമായി ഈ മുള്ളരിങ്ങാട് മേഖലയിൽ കാട്ടാന ശല്യവും അതിരൂക്ഷമാണ്. ഒരു ജീവനെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട്. ഫെൻസിംഗ് ഉൾപ്പെടെ കിടങ്ങ് കുഴിക്കണം, അതുപോലെ തന്നെ പ്രത്യേക RRB ഇവിടെ ഉയർത്താനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ചെല്ലാം ബഹുമാനനായ MP ഇവിടെ സൂചിപ്പിക്കുകയുണ്ട്. പാടില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അത്തരമൊരു ആവശ്യം കൂടി ഈ ജനകീയ കൂട്ടായ്മ മുന്നോട്ട് വെക്കുന്നുണ്ട്. പലതവണ ഈ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ കാട്ടാന മേഖലയ്ക്ക് അടുത്തേക്ക് എത്തുന്നത് ഒഴിവാക്കണം, തടയണം എന്നുള്ള കാര്യം. അതത്ര ഫലപ്രദമായി പ്രാവർത്തികമാക്കാൻ വനംവകുപ്പിന് സാധിച്ചില്ല. ഇടയ്ക്ക് കാട്ടാനക്കൂട്ടത്തിനുള്ള നടപടി വനംവകുപ്പിന്റെ ഒരു പ്രത്യേക ഡ്രൈവായിട്ട് നടത്തിയിരുന്നു. പക്ഷേ അതും പ്രയോജനപ്പെട്ടില്ല. ആനകൾ കാട് കയറാൻ തയ്യാറായില്ല, നീലമംഗലം വനമേഖലയിലേക്ക് പോകാൻ തയ്യാറാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാട്ടുകാർ പറയുന്നത് 4 വർഷം മുമ്പ് നീലമംഗലം വനമേഖലയിൽ നിന്ന് ഈ വിജയൻ ആണ് മുള്ളരിങ്ങാട് ചേർന്ന് അവിടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്.